ദേശീയപാതയിൽ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത്. രണ്ടുപേരുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റേസിംഗിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. ഈ ആക്സിഡന്റ് നടന്ന സ്പോട്ടിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ, പറയൂ. ഗുഡ് മോർണിംഗ് അക്ഷയൻ. ഒരു മഹീന്ദ്ര താർ എന്ന വാഹനമാണ്. ഈ വാഹനമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രി ഏകദേശം 1 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്. കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിന് സമീപത്ത് നിന്ന് കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് വരുന്ന വഴി ഏകദേശം ഈ എലിവേറ്റഡ് ഹൈവേയുടെ തൂണിലേക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. ഇതിൽ ദൃക്സാക്ഷികൾ പറയുന്നത് 2 വാഹനങ്ങളുണ്ടായിരുന്നു. 2 കാറുകളും അമിത വേഗത്തിലായിരുന്നു. അമിത വേഗത്തിൽ മുന്നിൽ പോയിരുന്ന വാഹനത്തെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഇടതുവശത്തേക്ക് വെട്ടിച്ച് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരുന്നു ഈ നിയന്ത്രണം വിട്ട് തൊട്ടടുത്ത തൂണിലേക്ക് ഇടിച്ചു കയറിയത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഈ റേസിംഗ് ആണോ എന്ന് സംശയിക്കുന്നത്. 2 കാറുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഈ വാഹനത്തിൽ ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു ഡ്രൈവറായിരുന്നു ഷിബിൻ. ഈ സ്പോട്ടിൽ തന്നെ മരിച്ചു. ഷിബിൻ ബാലരാമപുരം സ്വദേശിയാണ്. ഈ വാഹനത്തിൽ മറ്റുണ്ടായിരുന്നത് രജനീഷ്, കിരൺ, അഖില, ശ്രീലക്ഷ്മി എന്നിവരാണ്. ഇതിൽ മറ്റു 4 പേർക്കും പരിക്കുണ്ട്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവർ 4 പേരെയും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ താറുന്ന വാഹനം പൂർണ്ണമായി ഒരു ടോട്ടൽ ലോസിലേക്ക് പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൻ്റെ മുന്നിലാണ് ഇടിച്ചതെങ്കിലും ബാക്കിലെ ഈ ഗ്ലാസുകളെല്ലാം പൂർണ്ണമായി തകർന്ന നിലയിലാണ്. അത്രത്തോളം അമിത വേഗത്തിലായിരുന്നു ഈ വാഹനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗുരുതരമായ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. ഈ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ഷിബിൻ ഈ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മത്സര ഓട്ടമാണ് എന്നാണ് കരുതുന്നത്. 2ാമത്തെ വാഹനത്തെക്കുറിച്ച് ഇപ്പോഴും പോലീസിന് വിവരമില്ല. എന്തായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയായിരുന്നു അപകടം. സമീപത്ത് ഉണ്ടായിരുന്ന ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നിന്നടക്കം CCTV ശേഖരിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ് സംഭവിച്ചെന്നുള്ള ഒരു വ്യക്തത ലഭിക്കും. എന്തായാലും അവർ പറയുന്നത് പ്രകാരം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർവീസ് റോഡാണ്, എലിവേറ്റഡ് ഹൈവേയുടെ സമീപത്തുള്ള സർവീസ് റോഡ്. ഇവിടെ നിന്ന് മുന്നിൽ അമിത വേഗത്തിൽ പോയ കാറിനെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിയന്ത്രണം വിട്ട് ഇതിൻ്റെ ഡിവൈഡറിൽ ഇടിച്ച് നേരെ തൂണിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. എന്തായാലും ദാരുണമായ സംഭവമാണ്. പോലീസ് വിഷയം അന്വേഷിക്കുന്നുണ്ട്. ഈ 5 പേരും തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിലെ ജീവനക്കാരാണ്. SKN. ഓക്കെ, എന്തായാലും വളരെ നിർഭാഗ്യകരമായൊരു സംഭവമാണ് കഴക്കൂട്ടത്ത് ഉണ്ടായത്. കൂടുതൽ അന്വേഷണം നടക്കട്ടെ, അപരാധികളെ കണ്ടുപിടിക്കട്ടെ. ഉണ്ടെങ്കിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.